കെ.സി. വേണുഗോപാൽ മകളെ കാണിച്ചു കൊടുത്ത അമ്മേനെ കല്യാണം കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല, ഒരിക്കലും യോജിപ്പില്ല. കാരണം അപ്പോൾ നമുക്കിവിടെ വി.ഡി. സതീശനുണ്ട്, അതേപോലെ രമേശ് ചെന്നിത്തല സാറുണ്ട്, കെ.സി. വേണുഗോപാൽ സാറുണ്ട്. ആരായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ആര് വന്നാൽ അത് നന്നായിരിക്കും. ബിസിനസ്സിനകത്ത് മതം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഇപ്പം കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹിന്ദുക്കൾ ഇനി ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ വേണം പോകാൻ, അല്ലെങ്കിൽ മുസ്ലിമായ ആൾക്കാർ മുസ്ലിമായ ആൾക്കാരുടെ സ്ഥാപനത്തിൽ വേണം പോകാൻ. അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളാണ്. കുറേ സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നു, കുറേ ടെമ്പിൾ. ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു ആ ഒരു സംഭവത്തിനോടൊക്കെ? അതായത് അതൊക്കെ ആവശ്യമാണോ? നമ്മളുടെ ഗവൺമെൻറ് നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്കായിട്ട്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ കാര്യമായിട്ടും നമ്മളുടെ ബ്ലാക്ക് മണി ഡീലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നോട്ട് നിരോധനം വന്നത് പൂർണ്ണമായിട്ടും ബ്ലാക്ക് മണി നിരോധിക്കാൻ വേണ്ടിയിട്ടല്ല. അതിന് പിന്നിൽ പറയാത്ത പല രാഷ്ട്രീയമായ അല്ലെങ്കിൽ നയതന്ത്രമായ പല കാര്യങ്ങളും ഉണ്ടാവും. കേരളത്തിലെ തന്നെ ഒരു ബെസ്റ്റ് കൺസൾട്ടിങ് ഫേം ഏതാണെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മേളിൽ തന്നെ വന്നൊരു സംഭവമാണ് CSW. CS CMA എന്ന് പറയുമ്പം പൊതുവെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. കാരണം പാസിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് ഞാൻ ജയിക്കില്ല, ജയിച്ച ജോലി എങ്ങനെ കിട്ടും എന്നൊക്കെ. നമ്മൾ ഏത് കോഴ്സ് പോലെ തന്നെ വളരെ സിമ്പിൾ തന്നെയാണ് CM CS CMA ആണെങ്കിലും. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് മൈ ബിസിനസ് മൈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സമ്മിറ്റിൽ മോട്ടിവേഷണൽ സ്പീക്കറായ ഡോക്ടർ അനിൽ ബാലചന്ദ്രനായിട്ട് ചെറിയൊരു തെറിവിളിൻ്റെ ഒരു സംഭവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു.